ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു കിടിലം മൂവി കണ്ടു. അപ്പം മൂവിയുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷനിൽ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിയാ. നമ്മൾ കണ്ടത് അവതാർ ഫയർ ആൻഡ് ആഷ് ആണ്, നമ്മുടെ അവതാർ സീരീസിന്റെ 3rd മൂവി. അപ്പം അതിന്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. റിവ്യൂ ഈ ഭാഗത്താന്ന് തോന്നുന്നു, അവിടെ ഞാൻ പ്ലഗ് ചെയ്തിട്ടേക്കാം. കിടിലം മൂവിയാണ്, ബട്ട് കുറച്ച് ഇൻപുട്സ് ഉണ്ടായി, ഒരു വലിയ റാൻഡ് ഉണ്ടായി. ഇരുട്ടല്ലേ, അപ്പൊ അതെല്ലാം ആ ഒരു ഇതിനകത്ത് കിടപ്പുണ്ട്. സോ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് വാച്ച്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ഷെഫായി മാറിയിരിക്കുന്ന ഒരു പുള്ളിയുണ്ട്. നിസാര പുള്ളി ഒന്നുമല്ല, ഷെഫ് പിള്ളൈ. ഷെഫ് പിള്ളൈ ഇപ്പോൾ പല റെസ്റ്റോറൻറ്റ്സ്, ലൈക്ക് മൾട്ടിപ്പിൾ റെസ്റ്റോറൻറ്റ്സ് അടുപ്പിച്ച് പറന്ന് തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്തൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ, അയ്യോ കുലുങ്ങുവാണല്ലേ, അതിനകത്തൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. ഏറ്റവും പുതുതായിട്ട് തുടങ്ങിയ എയർപോർട്ട് റെസ്റ്റോറൻറ്റ്, എയർപോർട്ട് ടെർമിനലിൻ്റെ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എയർപോർട്ട് ടെർമിനൽ 2-ലാണ്, നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ. അപ്പോൾ അവിടെ പോവുക. അവിടെ ബഫേ മീലാണ്, 799 ആണെന്ന് തോന്നുന്നു ബഫയ്ക്ക്. അപ്പോൾ അവിടെ പോയിട്ട് ആ ബഫേ മീൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഷെഫ് പിള്ളയെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ലൈക്ക് നമ്മൾ പലയിടത്ത് ഇവിടെ എനിക്കൊന്ന് മാരിയറ്റിലും അവിടെയൊക്കെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ നമ്മൾ ആ റെസ്റ്റോറൻറ്റ്സിൽ ഒന്നും ഇതുവരെ പോയിട്ടില്ല. ഞാൻ ഇതുവരെ അത്ര പ്രീമിയം റെസ്റ്റോറൻറ്റ്സ് ഒന്നും കയറിയിട്ടില്ല. സോ ഞാൻ ആലോചിച്ചു, എന്തായാലും രാവിലെ തൊട്ട് പട്ടിണി, രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ഇറങ്ങി വന്നതാണ്, ഒരു ബഫേ അങ്ങ് ട്രൈ ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ചു. നമ്മൾ സാധാരണ 1-2 സാധനങ്ങൾ ട്രൈ ചെയ്തിട്ട് വീട്ടിൽ പോകുന്ന ആൾക്കാരാണ്. സോ റൈറ്റ് നൗ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷെഫ് പിള്ളയുടെ ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് ഫുഡ്, ലൈക്ക് ഹീസ് റിയലി ഫേമസ്, ആ ലെവൽ ഫുഡ് ആണോ എന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഇഫ് എനി യുണീക്ക് ഐറ്റംസ് ഉണ്ടോന്ന്, ബിക്കോസ് ഇറ്റ്സ് എ ബഫേ. സോ യാ, ദാറ്റ് ഈസ് ദ പ്ലാൻ ഫോർ ടുഡേ. ആൻഡ് ഇപ്പോൾ നമ്മൾ എവിടെ എത്തി? കൊച്ചിൻ യൂണിവേഴ്സിറ്റി എത്തി. നല്ല ട്രാഫിക് ഉണ്ട്, പെട്രോളൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചേക്കുവാണ്, ബട്ട് ട്രാഫിക് യു വിൽ നെവർ നോ. സോ ഞാൻ എന്തായാലും അത്രയും നേരം നിങ്ങൾ പോസ്റ്റ് ആക്കാനുള്ള അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. വെൽക്കം ടു ദി എയറോ ലൗഞ്ച്. അവിടെയാണ് നമ്മുടെ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻ്റ് ഉള്ളത്. സോ ദിസ് ഈസ് ഇൻസൈഡ് ദി എയർപോർട്ട്, നമ്മുടെ ടെർമിനൽ 2-ന്റെ അവിടെ ആയിട്ടാണ്. സോ വിൽ സി അവർ റെക്കോർഡ് ചെയ്യാൻ സമ്മതിക്കുമോ എന്നുള്ളത് ഐ എം നോട്ട് ഷുവർ. ചോദിച്ചിട്ടുണ്ടായി, അവർ ഇവിടെ ചോദിക്കണം എന്ന് പറഞ്ഞു. ബട്ട് യാ, വിൽ ജസ്റ്റ് ഗോ ആൻഡ് സി. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, സോ വി ആർ ഇൻസൈഡ്. അത്യാവശ്യം നല്ല രസമുണ്ട്, നല്ല എസ്തെറ്റിക്കായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. എവറി പ്ലേസ് ലുക്സ് ഗുഡ്. സോ വിൽ ജസ്റ്റ് സിറ്റ് സംവെയർ ആൻഡ് വിൽ ട്രൈ ഇറ്റ് ഔട്ട്. ഓക്കെ, സോ ജസ്റ്റ് കാട്ട് ദി മെനു. സോ ദിസ് മെനുവിൽ എന്തൊക്കെയുള്ളതെന്ന് പറയാം. സോ വി ഹാവ് സൂപ്പ് ഉണ്ട്. സോ സിംഗപ്പൂർ ചിക്കൻ സൂപ്പ് ആൻഡ് മുരിങ്ങക്ക തേങ്ങാപ്പാൽ സൂപ്പ്, ദാറ്റ്സ് കൂൾ. സാലഡ്സ് ഉണ്ട്, റോസ്റ്റ് കോൺ ആൻഡ് പെപ്പർ, സെലാൻട്രോ വെജ്, ക്ലാസിക് പൊട്ടാറ്റോ. പിന്നെ സ്റ്റാർട്ടേഴ്സായിട്ട് ബ്രെയ്സ്ഡ് ചില്ലി ഗാർലിക് ഫിഷ്, ചിക്കനാണ് അത്, ഇറ്റ്സ് ടേൺ ടു ഫിഷ്. ആൻഡ് ഓൾസോ ഗോബി പനീർ കൊണ്ടാട്ടം, ദാറ്റ്സ് ലൈക്ക്. ആൻഡ് വി ഹാവ് വെജ്, നോൺ വെജ്, ബ്രെഡ്സ്, ഡെസേർട്ട്സ്. ഡെസേർട്ട്സ് എനിക്ക് കഴിക്കാൻ പറ്റൂല, സോ ദാറ്റ്സ് ഷാഹി തുക്കടയുണ്ട്, മേ ബി ഐ വിൽ ട്രൈ ദാറ്റ്. ബട്ട് യാ, സോ ദിസ് ദി മെനു, യു ക്യാൻ സീ ഇറ്റ്. And also a la carte options ഉണ്ട്. So if we need to, we can order separately. Okay, so yeah, these are the options that we have. So we have a lot of things to order here as well. And the menu looks really good. Signature items എല്ലാം ഉണ്ട്. So and also പായസം of the day. So പായസം കുടിക്കാൻ പറ്റില്ല, നമുക്ക് നോക്കായിരുന്നു. ഇവിടെ സിഗ്നേച്ചർ ആയിട്ടൊരു പേജ് ഞാൻ കണ്ടു. സോ ലെറ്റ്സ് സീ ഇഫ് ദാറ്റ്സ് ദ സിഗ്നേച്ചേഴ്സ്. സോ ഫിഷ് നവാന, ഇതൊക്കെ ഷെഫ് പിള്ളയുടെ മെയിൻ ഐറ്റംസ് ആണ്, ഓൾ ദീസ്. ആൻഡ് ഇറ്റ് ഹാസ് ദ പ്രൈസ് ടു മാച്ച്. സോ നമ്മൾ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുവാണ്, ബിക്കോസ് ദാറ്റ്സ് ഓൾ യു ക്യാൻ അഫോർഡ്. ബട്ട് യാ, ദിസ് മെനു ലുക്സ് റിയലി ഗുഡ്. സോ യാ, വിൽ ജസ്റ്റ് ഗോ സീ ഓൾ ദ തിങ്സ് ദാറ്റ് ആർ ദർ ആൻഡ് ദെൻ കം ബാക്ക്. Okay, so we just got with our starters. സ്റ്റാർട്ടേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സൂപ്പിൽ നിന്നായിരിക്കും. സോ ഇത് ജസ്റ്റ് എൻ്റെ ക്യാമറ ആയിരിക്കും, ആൻഡ് ഐ വിൽ ഷോ യു വാട്ട് ഐ എം ഹാവിങ് റൈറ്റ് നൗ. Okay, so I'm having soup right now. This is a chicken soup.
ട്രഡീഷണലി നമ്മൾ സൂപ്പാണ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഓൾസോ സം ഓഫ് ദി സാലഡ്സ് ദർ. സോ കോൺ, cilantro, potato wedge. So all these are just starters right now. So we'll just try it out, see how it is. Now the soup looks pretty good actually. Normal clear broth, a lot of pieces of chicken, and the service, oh my god, the service is absolutely incredible. Like എന്താ ആവശ്യമുണ്ടെങ്കിലും ഇവിടെ എപ്പോഴും സ്റ്റാഫ് അവൈലബിൾ ആണ്. And for a premium place, yes, that is expected, but it's always great to see that they are taking care of it. Now let's just try. So the soup first. It's actually unique. നമ്മൾ നോർമൽ സൂപ്പിൻ്റെ ടേസ്റ്റ് അല്ല. ഓക്കെ, സോ സ്പൈസ്ഡ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ. ദ ബ്രോത്ത് ഇസ് നോട്ട് തിക്ക് ഓർ തിൻ, അതിൻ്റെ ഒരു കറക്റ്റ് മീഡിയത്തിലുണ്ട്. ദ വെജീസ് ആർ പ്രിറ്റി ഗുഡ്. ആൻഡ് ദ ചിക്കൻ നമ്മുടെ നോർമൽ സ്റ്റീംഡ് ആൻഡ് സെപ്പറേറ്റഡ് ചിക്കൻ ആ ഒരു സെയിം ടേസ്റ്റ് തന്നെ ഉണ്ട്. ഐ എം നോട്ട് ആഡിങ് എനിത്തിങ്, സോ സോൾട്ട് സോയ് സോസോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് റോ ബ്രോത്താണ്, just to freshen things up. And along with that we have the salads here. So we have the corn, always a favorite. Corn is good, really good actually. Corn nath pepper flakes ഉണ്ട്, and I think there is like jalapenos and tomato. Corn കുറച്ച് റോസ്റ്റഡ് ആണ്, സോ ആ ഒരു റോസ്റ്റഡ് ചാർ ഫ്ലേവർ ഉണ്ട്. സോ not sure if you can see it, but it's roasted, so that's really good. This is great. So yeah, I'll just clear this up and then we'll try the next items, which would be the starters and the main dishes. Okay, I'll see you then. So now it's around 2. Then പതിയെ സംസാരിക്കുന്ന റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് it's around 2, and before that let me just show you something. Like ഞാൻ ഫുഡ് കഴിച്ചിട്ട് പോയതാ, ഇമ്മീഡിയറ്റ്ലി ദേ ചേഞ്ച്ഡ് എവറിത്തിങ്. ലൈക്ക് ആ സാധനം എടുത്ത് മാറ്റി, യൂട്ടൻസിൽസ് എടുത്ത് വെച്ചു, ആൻഡ് ഓൾസോ ദേ ഗേവ് മീ ദിസ്. സോ ഇത് ആക്ച്വലി ടോഡിയാണ്. ഇതിൻ്റെ നെയിം ഇസ് ടോഡി, ബട്ട് ആക്ച്വലി കള്ളല്ല. ഇറ്റ്സ് കോക്കനട്ട് ആൻഡ് സം സ്വീറ്റ് ഐറ്റംസ് മിക്സ് ടുഗെദർ. ബട്ട് മെനുവിലെ ടോഡി എന്നൊക്കെ ചോദിച്ചു, ലൈക്ക് ടോഡിയാണോ, ബിക്കോസ് ഐ ഹാവ് ടു ഡ്രൈവ്, ഐ കാൻ ഡ്രിങ്ക് ടോഡി ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇറ്റ്സ് നോട്ട് ടോഡി, ഇറ്റ്സ് ജസ്റ്റ് സംതിങ് ദാറ്റ് റിസെമ്പിൾസ് ഇറ്റ് ടേസ്റ്റ് വൈസ്, ആൻഡ് ഇറ്റ്സ് an extra, so you have to pay extra for this. But അവരുടെ സിഗ്നേച്ചർ ജ്യൂസ് ആയതുകൊണ്ട് I just thought I'll try it. So yeah, the service again is immaculate. അവർ അപ്പം എല്ലാം ക്ലീൻ ചെയ്യും. they give you new things to use, everything is cleared, so that's awesome. So yeah, let's try this. What I have is the gobi paneer thing. So ഞാൻ ഗോബി മാത്രമേ എടുത്തുള്ളൂ, പനീർ ഒന്നും എടുത്തില്ല. We have the grilled fish. We have റെക്കോർഡ് ആവുന്നില്ല, grilled fish ആണ്. ഇത് ഓൾസോ ഫിഷ് ആണ്, the one that I showed you earlier. And this is the chicken. ഞാൻ റൈസ് കുറച്ചെടുത്തു. We have tandoori roti and also kallam. So these are the items for round 2. Let's try them out. First things first, നമ്മുടെ നാടൻ റൈസ്. ആ റൈസിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ്റെ ഗ്രേവി. I'll show it here as well. Okay, so നല്ല നാടൻ റൈസിൻ്റെ കൂടെ ആ ഗ്രേവിങ് എടുക്കുക, പിന്നെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു പിടിയും കുടിക്കാം. VIP സ്ഥലമാണെന്ന് മറന്നു പോണ്. അമ്മോ, ആ ടേസ്റ്റ് ഉണ്ടല്ല. ചിക്കൻ വെറുതെ പെർഫെക്റ്റ്ലി കുക്ക്ഡ്, ഒരു സീനുമില്ല. ഇത് ബഫേ ആണ്, അതും കൂടെ ആലോചിക്കണം. ദിസ് ഇസ് എ ബഫേ. ടേസ്റ്റ് ഇസ് ജസ്റ്റ് ടു ഗുഡ്. നല്ല സ്പൈസി ഉണ്ട്, നല്ല സ്പൈസസ് ആഡ് ചെയ്തിട്ടുണ്ട്, നല്ല പുളിപ്പുണ്ട്. ആ ഒരു ഫ്ലേവർ നല്ല രീതിയിൽ എടുത്താണ്. ലൈക്ക് കുട്ടനാടൻ ചിക്കനാണ്, സോ കുട്ടനാടൻ ആ ഫ്ലേവേഴ്സ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഓ മൈ ഗോഡ്, എൻ്റെ ഭയങ്കര വെള്ളം വന്നു ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കഴിച്ചിട്ട് അത് ആ റൈസും പെർഫെക്റ്റ്ലി കുക്ക്ഡ്. സോ രണ്ടും കൂടെ മിക്സ് ആക്കുമ്പോഴത്തേക്കും കൂടെ ഒന്നും പറയാനില്ല, അടിപൊളി സാധനം.
അതെന്തായാലും ഇത് സ്ഥിരം മെനു ആണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. ബട്ട് ഓ മൈ ഗോഡ്, awesome food. ഇനി ഫിഷാണ്. സോ ഈ ഫിഷാണ് അവർ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ. ഇത് മെനുവിൽ ഉണ്ടായില്ല. സോ ഐ ട്രൈ ദ ഫിഷ്. ഫിഷ് അത്ര ഇഷ്ടമുള്ള സാധനമല്ല, ബട്ട് ലെറ്റ്സ് സീ. ഓക്കെ, ഫിഷിൻ്റെ ഗ്രേവി ചെറുതായിട്ട് മറ്റേ പനീർ ബട്ടർ മസാലയുടെ ഗ്രേവിയില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്, ആ ഒരു ടേസ്റ്റ് ഉണ്ട്. ഫിഷ് ഇസ് ഗുഡ്. ഫിഷിന് ആ ഒരു ഫിഷിനെസ് ഇല്ല. നമ്മൾ നല്ല ക്ലീൻ ഫിഷ് കഴിക്കുന്ന ടേസ്റ്റാണുള്ളത്. എനിക്ക് ഏത് ഫിഷെന്ന് അറിഞ്ഞുകൂടാ, ഞാനത് നോക്കിയില്ല. ബട്ട് യാ, ചെറുതായിട്ട് ആ ഒരു ആഫ്റ്റർ ടേസ്റ്റ് വരും ഫിഷ് കഴിക്കുമ്പോഴൊരു ആഫ്റ്റർ ടേസ്റ്റ്. ബട്ട് അതർ ദാൻ ദാറ്റ് ഇറ്റ്സ് ഓസം. ആ ഗ്രേവി ഇതൊന്ന് ക്രീം ബേസ്ഡ് ആണെന്ന് തോന്നുന്നു. ക്രീം ബേസ്ഡ് ഗ്രേവിയാണ്. അപ്പോൾ അതിൻ്റെയാണ് മറ്റേ പനീർ ബട്ടർ മസാലയുടെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞത്. ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രീമും ഇതൊന്ന് തേങ്ങാപ്പാലും ഉണ്ടെന്ന് തോന്നുന്നു. സോ രണ്ടും കൂടെ മിക്സ് ആകുമ്പോഴൊരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് പനീർ ബട്ടർ മസാലയുടെ ടേസ്റ്റും സിമിലറാണ്. സോ അതും ചോറും കൂടെ കഴിക്കുമ്പോൾ ഇറ്റ്സ് ഗുഡ്. കൂടുതൽ എനിക്ക് തോന്നുന്നു തന്തൂരി റൊട്ടി ആയിരിക്കും ചെയ്യണേ. സോ തന്തൂരി റൊട്ടി ചെറുതായിട്ട് തണുത്തു. സോ ഇറ്റ്സ് എ ബിറ്റ് ഹാർഡ്. ഇത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയതല്ല. അതും മീനും കൂടെ കഴിച്ചോളാം. തന്തൂരി റൊട്ടിയോടെ കഴിക്കണം, അപ്പോഴാണ് സെറ്റാണ്. റൈസിനോട് ചേരില്ലെന്നല്ല, ബട്ട് ആ ഫ്ലേവർ ഞാൻ പറഞ്ഞില്ല, പനീർ ബട്ടർ മസാലയുടെ ഫ്ലേവറിങ് ഉള്ളതുകൊണ്ട് ബട്ടർ ഉണ്ടായിട്ടല്ല, ബട്ട് ആ ഒരു ടേസ്റ്റ് ഒക്കെ റിമൈൻഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് തന്തൂർ റൊട്ടി അല്ലെങ്കിൽ മറ്റേ നാൻ അങ്ങനത്തെ സാധനങ്ങളോട് അടിപൊളിയായിരിക്കും. ഇതൊന്നും എനിക്ക് കഴിക്കാൻ പാടാത്ത സാധനങ്ങളാണ്. ഞാൻ ലാക്ടോസ് ഇൻടോളറൻ്റ് ആണ്. ബട്ട് സ്റ്റിൽ ജസ്റ്റ് ടു ട്രൈ, ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ആൻഡ് ഓക്കെ, വി ഹാവ് ദ ഗോപി. ഇതും തണുത്തു. ഇപ്പം ഉച്ചയ്ക്ക് 2:45 സമയമായി. അപ്പോൾ ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഇസ് ഗുഡ്. ഇതും കുറച്ച് റൈസിലൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഫുഡല്ല. ഇത് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഒരു സാലഡ്സിൻ്റെ കൂടെ കഴിക്കാം. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ദാറ്റ്. തന്തൂരി റൊട്ടിയുടെ കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാം. ഞാൻ പനീർ എടുത്തില്ല, ബിക്കോസ് പനീർ എനിക്ക് നല്ല രീതിയിൽ ഇഷ്യൂസ് ഉണ്ടാക്കും. സോ ഐ എം നോട്ട് ഹാവിങ് പനീർ, ജസ്റ്റ് ദിസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോഴും ഫേവറേറ്റ് ആ ചിക്കനാണ് കേട്ടോ, കുട്ടനാടൻ ചിക്കനാണ് ഇപ്പോഴും ഫേവറേറ്റ് ആ ചിക്കനാണ്. ചിക്കൻ അടിപൊളി. ഇനി ഫിഷാണ്. സോ ദിസ് ഇസ് ദി ഗ്രിൽഡ് ഫിഷ്. സോ തുടക്കത്തിൽ ആ ബാറ്റർ എന്തെന്ന് തോന്നുന്നതിന് പുറത്ത് ആ ബാറ്ററിൻ്റെ ടേസ്റ്റാണ് വരുന്നത്. ബാറ്ററിൻ്റെ മുകളിൽ ചെറിയ സോസും ഉണ്ട്. സോ ആ ടേസ്റ്റ് ആദ്യം കിട്ടും. ഫിഷ് ഭയങ്കര തിന്നാണ്, ലൈക്ക് ലിറ്റിൽ എമൗണ്ട് ഓഫ് ഫിഷ് ഉള്ളൂ. സെയിം തിങ്, നേരത്തെ ഫിഷിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഫിഷിൻ്റെ ടേസ്റ്റ് അധികം പുറത്തോട്ട് വരുന്നില്ല. ആ ബാറ്ററും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഫിഷിനെസ് അറിയാനുള്ള. ബട്ട് ഇതൊരു സ്റ്റാർട്ടറായിട്ട് വേണമെങ്കിൽ കഴിക്കാൻ പറ്റും. ഐ എം നോട്ട് ഷുവർ ഒരു കറി അല്ലെങ്കിൽ മീലായിട്ട് സ്യൂട്ടാവുമെന്ന്. കാരണം കള്ളപ്പവും റൈസ് തന്തൂരി അതിൻ്റെ കൂടെ നിന്നൊരു മാച്ച് ആവാനുള്ള ഐ വുഡ് സേ ഇരുതലോ, ലൈക്ക് ഒന്നും കൂട്ടാതെ ജസ്റ്റ് മിക്സും ചെയ്യാതെ കഴിക്കാൻ അടിപൊളിയായിരുന്നു. ആൻഡ് ഓൾസോ കള്ളപ്പം കൂടെ ഉണ്ട്. ആൻഡ് നമ്മൾ ടോടിയുടെ സാധനമുണ്ട്. കള്ളപ്പം ടിപ്പിക്കൽ കള്ളപ്പം ടേസ്റ്റ്, സംതിങ് ടു ഫാൻസി. ആ ചിക്കൻ്റെ ഗ്രേവിയും കൂടെ സെറ്റ് ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് ലെറ്റ്സ് ട്രൈ ദിസ്. സോ ദിസ് ഈസ് ദ ഡ്രിങ്ക് ദാറ്റ് ഐ ഓർഡർ. ഇത് അവർ പറഞ്ഞത് പാലൊന്നുമില്ല എന്നാണ്, ബട്ട് കണ്ടിട്ട് പാലൊക്കെ ഉള്ളോട് തോന്നുന്നു. മറ്റേ തേങ്ങയുടെ മണമുണ്ട്. മുകളിലൊരു തുളസി ഇലയാണ്, മെയിൻ ലീഫാണോ എന്തൊരു ഇലയുണ്ട്. ഒരു സിപ്പ് കൊടുക്കട്ടെ. ഓക്കെ, സോ ടോടി എന്നുള്ളൊരു കോൺസെപ്റ്റേ വിട്ടേക്ക്. അതൊന്നുമല്ല, ഇത് കരിക്കിൻ്റെ ഷേക്കില്ലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. കരിക്കിൻ്റെ ഷേക്ക് പോലെ സ്വീറ്റാണ്, തിക്കാണ്. ഇറ്റ് ഈസ് റിയലി തിക്ക്. സോ നോട്ട് ഷുവർ യു ക്യാൻ സീ ഇറ്റ്, ബട്ട് ഇറ്റ്സ് തിക്ക്. അത് തിക്ക് പാൽ, അല്ല കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു തിക്നെസ് ഉണ്ട്. ദ ടേസ്റ്റ് ഈസ് ബ്യൂട്ടിഫുൾ, പെർഫെക്റ്റ്ലി ചിൽഡാണ്. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ആ ചിൽനെസ് കുറച്ച് കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് തണുപ്പ്, എന്ന് വെച്ചാൽ ഓവർ തണുപ്പല്ല, എന്നാൽ ആ ഒരു ഇതുണ്ട്. സ്വീറ്റ്നെസ് പെർഫെക്റ്റ് ആണ്. ആ കരിക്ക് ലൈക്ക് ആഫ്റ്റർ ടേസ്റ്റ് വരുന്നത് കരിക്കിൻ്റെയാണ്. കരിക്കിൻ്റെ നല്ല ആഫ്റ്റർ ടേസ്റ്റ് ഉണ്ട്.
സോ ഒരു ബാഡ് ആഫ്റ്റർ ടേസ്റ്റ് ഇല്ല, ആ ഷുഗറിൻ്റെ ടേസ്റ്റും അല്ല, നമുക്ക് ആ നാച്ചുറൽ കരിക്കിൻ്റെ സ്വീറ്റ്നെസ്സാണ് ബാക്കി തന്നെ. ഓക്കെ, ദിസ് ഇസ് ഡെഫിനറ്റ്ലി വർത്ത് ഇറ്റ്. ഇതെന്തായാലും സെപ്പറേറ്റ് ഓർഡർ ചെയ്ത് നന്നായി ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ഹിം സജസ്റ്റ് ചെയ്തത്. സോ യാ, ലെറ്റ് മീ ജസ്റ്റ് വൈൻഡ് ദിസ് തിങ്സ് ഔട്ട് ആൻഡ് ദെൻ ഐ കം ബാക്ക്. ഓക്കെ, ഇനി ഡെസേർട്സ് ആണ്. നോട്ട് സോ വാട്ട് ഓൾ ഐ ക്യാൻ ടേക്ക്, ബട്ട് യാ, ഡെസേർട്സ് ഇസ് വാട്ട്സ് ലെഫ്റ്റ്. സോ ഐ സീ യു ദെൻ. എനിക്ക് നിങ്ങളോട് എത്രമാത്രം ജലസി ഉണ്ടെന്നറിയോ? ഈ ലാക്ടോസ് ഇൻടോളറൻസ് കാരണം എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. ബട്ട് റിസ്ക് എടുത്ത് അടുത്ത ദിവസവും അതിൻ്റെ അടുത്ത ദിവസമൊക്കെ ഫുൾ ടൈം ബാത്റൂമിൽ ഇരുന്ന് സമയം കളയേണ്ടി വരും. ബട്ട് ഐ ഹാവ് ടു ട്രൈ ഇറ്റ്. നിങ്ങളൊക്കെ ദൈവം ചോദിക്കൂടാ. ഓഹ്, എന്ത് ടേസ്റ്റാടാ. ആ ബ്രെഡൊക്കെ മറ്റേ ഫ്രഞ്ച് ടോസ്റ്റ് സോക്ക് ചെയ്ത് വെക്കൂലേ, അതുപോലെ സോഫ്റ്റായിട്ടിരിക്കണം. അതിനകത്ത് ആ ക്രീമും ആ സോഫ്റ്റ് ബ്രെഡും ഇതിൻ്റെ കൂടെ ഇങ്ങനെ കുറച്ച് പീസസും കൂടെ ഉണ്ട്. അപ്പോൾ ആ പീസസ് കുറച്ച് ഫ്രഷ്നെസ് വരും, ലൈക്ക് ഒരു ടെക്സ്ചർ ഡിഫറൻസ് വരും. ഇത് സോഫ്റ്റ് ലൈക്ക് ക്ലൗഡ് കഴിക്കണ പോലെ. ടു ഗുഡ്. അപ്പം കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആഹാ, ഡെഫിനറ്റ്ലി വർത്ത്. നാളെ മറ്റന്നാളും വയറ് പോയി കിടക്കണേൽ ദിസ് ഈസ് വർത്ത് ഇറ്റ്. ഓക്കെ, ഇത് കുറച്ച് റഫ് പീസാണ്. മൂന്നാടത് അയ്യോ, രണ്ടും ഒരുമിച്ച് കഴിക്കണമായിരുന്നു. അയ്യോ, ഇത് ക്രിസ്പി, ലൈക്ക് ക്രിസ്പിയാണ് ബട്ട് ഭയങ്കര ഓയിലിയാണ്. അതും ആ നേരത്തെ ക്രീമും കൂടെ മിക്സ് ചെയ്ത് കഴിക്കണമായിരുന്നു. സോ യാ, ദാറ്റ് ഈസ് എവറിത്തിങ് ഹിയർ ഇൻ ഷെഫ് പിള്ളേസ് റെസ്റ്റ് ലൈക്ക് ബഫേ. നൗ ഇത് 799 ബഫേ ആണ്. So it's a limited menu, but I just want to see how the experience. I would say 799 all the things that except this is separate by the way. അത് സെപ്പറേറ്റ് ആണ്, അത് ഞാൻ പിന്നെ പറയാം, പുറത്തിറങ്ങിയിട്ട് പറയാം. ഇവിടെ ഇരുന്ന് തന്നെ പറയുന്നത് ശരിയല്ലല്ലോ. സോ ഐ ജസ്റ്റ് സേ അബൌട്ട് ദ ഫുഡ് ക്വാളിറ്റി ഫസ്റ്റ്. വർത്തിട്ടാണോ അല്ലയോ എന്ന് ഐ ടെൽ ഇറ്റ് ലേറ്റർ. സോ ക്വാളിറ്റി ഫസ്റ്റ് തന്നെ. സൂപ്പ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന സൂപ്പിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ നമ്മുടെ താലിന്നോ അല്ലെങ്കിൽ ചിയാങ് അല്ലെങ്കിൽ അവിടെ നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന സൂപ്പില്ലേ, അതിൻ്റെ സിമിലർ കൺസിസ്റ്റൻസി, സിമിലർ ടേസ്റ്റ്. അതർ തിങ്സ് ലൈക്ക് ദി തവ ഗ്രിൽ ഫിഷ്, ദാറ്റ് വാസ് ഗുഡ്. കുറച്ചുകൂടി ചൂടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ, ബട്ട് ഇറ്റ് വാസ് ഗുഡ്. ദി ചിക്കൻ കറി, ഓ മൈ ഗോഡ്, ആ ചിക്കൻ കറിക്ക് വേണ്ടി മാത്രം വേണമെങ്കിൽ ഞാൻ വരും. അത്ര അടിപൊളിയാണത്. ലൈക്ക് ആ ഒരു ഫ്ലേവർ നമ്മൾ ഇപ്പം ചില ഹോട്ടലിൽ നിന്ന് കിട്ടും. നമ്മൾ സൽക്കാരം ഈ പാരഗൺ അല്ലെങ്കിൽ കുറച്ച് അങ്ങനത്തെ ഒരു പാരഗൺ ലെവൽ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള റെസ്റ്റോറൻറ്റ്സിൽ കിട്ടുള്ളൂ. ബട്ട് ദിസ് ഇസ് എ ബഫേ, സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഇത് ബഫേ ആണ്, ഇത് അവർ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് തരുന്നതല്ല, ഇത് അവർ ഓൾറെഡി ഉള്ളതാണ്. എന്നിട്ട് ഈ ടേസ്റ്റ്. ആ ഡെസേർട്ട്, ആ ഡെസേർട്ട് വാസ് ഗുഡ് ആസ് വെൽ. ഞാൻ പായസം കുടിച്ചില്ല, ബിക്കോസ് അതും കൂടെ കുടിച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയർ ബോംബിൻ്റെ അപ്പുറം പൊട്ടും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ സ്കിപ്പാക്കി. ബട്ട് yeah, these items were really good. Now the other thing is the ambience, the music here, the aesthetic here, everything is premium. Silent ആയിട്ട് fine dine environment ആണ് in an airport. So that's the other thing. എയർപോർട്ടിൻ്റെ ഉള്ളിൽ പബ്ലിക് ആക്സസ് കൂടെ ഉള്ളതാണ്. So in that way it's great just to have a slight dip into fine dining എന്ന് വേണമെങ്കിൽ പറയാം. The menu items I haven't tried it except this thing is actually really good. It's 249 for the juice. Quantity ഉണ്ടോ ഇല്ല, I would say that, but quality ഉണ്ട്. So here അവർ കൂടുതൽ ക്വാളിറ്റി ലൈക്ക് ഫൈൻ ഡൈൻ, ലൈക്ക് എക്സാക്ട് എക്സാമ്പിൾ ഫൈൻ ഡൈൻ ആണ്. ഫൈൻ ഡൈനിൽ പോകുമ്പോൾ യു ഗെറ്റ് ലെസ് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റഫ്, ബട്ട് ഈച്ച് ഐറ്റം ഈസ് ഓഫ് ബെറ്റർ ക്വാളിറ്റി. അതാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്തത്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ഫെൽറ്റ്. ഇനി പുറത്തിറങ്ങിയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടെ ഓക്കെ, ആൾക്കാരൊക്കെ സൈലൻ്റായിട്ട് കഴിക്കുന്ന സ്ഥലമായതുകൊണ്ട് നമ്മൾ കഴിക്കാനാണ്. സോ പുറത്തിറങ്ങിയിട്ട് ബാക്കി പറയാം. ഓക്കെ.
അവിടെ നിന്ന് ഇറങ്ങി. സോ ദാറ്റ് വാസ് റിയലി ഗുഡ്. അവർ ആക്ച്വലി ഡിസ്കൗണ്ട് തന്നു, ലൈക്ക് 10% ഡിസ്കൗണ്ട്. സോ ഇറ്റ് വാസ് ഗ്രേറ്റ് ആസ് വെൽ. അവിടെ റോബോട്ട്സ് ഒക്കെ ഇരിക്കുന്നു, നൈസ്. ഇവിടെ വാട്ടർ കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്നത് റോബോട്ടാന്ന് തോന്നുന്നു. സോ ദാറ്റ്സ് ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് ബൈ ദ വേ. അങ്ങനത്തെ മോഡേൺ ടെക്നോളജി ഒക്കെ വരട്ടെ. സോ ദാറ്റ്, ഓ മൈ ഗോഡ്, ഇത് ഓവർ ക്രാങ്ക് ചെയ്ത് വെച്ചേക്കുവാണ്, അലമ്പാണെങ്കിൽ സോറി. ഓക്കെ, സോ ദാറ്റ് വാസ് സഞ്ചാരി ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റ്. അത് സേ ദിസ്, ഒരു ബഫേ സ്റ്റൈൽ മീൽ എന്നുള്ള രീതിയിൽ ഇറ്റ് വാസ് ഗ്രേറ്റ്. നമ്മൾ വെറൈറ്റി ഓഫ് മെനു ഇറ്റ് വാസ് ലെസ്, ബട്ട് ഇത് അവരൊരു പ്രൊമോഷൻ പോലെ ചെയ്തതാണ്. സോ ആ പ്രൊമോഷൻ്റെ രീതിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വി ഹാവ് ടു ലൈക്ക് ഗീവ് ദാറ്റ് ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട്. ആൻഡ് ഓൾസോ ദ സർവീസ് വാസ് ഇമ്മാക്കുലേറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ച് ജസ്റ്റ് ഒന്ന് അനങ്ങിയാൽ മതി, അപ്പം തന്നെ അവർ വന്ന് ക്ലീൻ ആക്കലും കാര്യങ്ങളൊക്കെ ചെയ്യും. വി ഹാവ് നോ ഇഷ്യൂസ് അബൌട്ട് ക്ലെൻലിനെസ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. എല്ലാം പക്ക ക്ലീൻ, എല്ലാം സെറ്റാക്കി അവർ ചെയ്തേക്കുന്നത്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ എസ്തെറ്റിക് വൈബും അടിപൊളിയാണ്. ഒരു പ്രീമിയം ലൗഞ്ച് വൈബാണ്. അതിൻ്റെ അകത്ത് തന്നെ കുറേ എയർപോർട്ട് സ്റ്റാഫും കാര്യങ്ങളൊക്കെ വന്നിരിപ്പുണ്ട്, അവരൊക്കെ മറ്റേ ബോർഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. സോ വൈബ് സെറ്റാണ്. നൗ ഫുഡിൻ്റെ കാര്യത്തിൽ ഐ ബി ഓണസ്റ്റ്, ലൈക്ക് കിട്ടിയ ഫുഡ് കുറച്ച് തണുത്തിരിക്കുന്നു. ബട്ട് ദാറ്റ് ഐ ഡോണ്ട് നോ ഇഫ് ഐ ഷുഡ് ഹോൾഡ് ദം ഫോർ ദ, ഞാൻ ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ആ സമയത്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഫുഡ് തണുത്തിരുന്നതാവാം ചിലപ്പോൾ, ഐ ഡോണ്ട് നോ. ബട്ട് യാ, ദാറ്റ് വാസ് മൈ എക്സ്പീരിയൻസ്. അപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയായാലും എക്സ്പീരിയൻസ് അതുപോലെ തന്നെ പറയണം. സോ അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. ആൻഡ് അതർ ദാൻ ദാറ്റ് എനിക്ക് ഫുഡ് സെലക്ഷൻ അധികം ഇല്ലെങ്കിലും ഉള്ള സെലക്റ്റഡ് ഫുഡ്സൊക്കെ നല്ലതാണ്. അവർ മറ്റേ ഫിഷിൻ്റെ ആണെങ്കിലും ചിക്കൻ്റെ ആണെങ്കിലും ഒക്കെ നല്ലതാണ്. എന്താ പറയുക, ഐ എം നോട്ട് ഷുവർ ഹൗ ടു എക്സ്പ്ലെയിൻ എന്താ അത് വേർത്തിട്ടാണോ അല്ലയോ എന്ന്. ബിക്കോസ് ഇറ്റ് വാസ് എ ഫൈൻ ഡൈൻ എക്സ്പീരിയൻസ് നമുക്കൊരിക്കലും എന്താ നോർമൽ വേയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഐ വുഡ് സേ ഫോർ വൺ ടൈം എക്സ്പീരിയൻസ് ഇറ്റ് ഗ്രേറ്റ്. അത് ഞാൻ എന്തായാലും പറയാം. എനിക്ക് ആക്ച്വലി ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് മീൽസ് കഴിക്കണം എന്നുണ്ട്, പുള്ളിയുടെ ട്രഡീഷണൽ സിഗ്നേച്ചർ മീൽസൊക്കെ. അത് കഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ അറിയാൻ പറ്റും, ഓക്കെ ഇതൊക്കെ എങ്ങനെയാണെന്ന്. ഞാൻ ഇവിടെ വയ്ക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓക്കെ, പുള്ളിയുടെ ട്രഡീഷണൽ മീൽസ് കഴിച്ചിട്ട് വേണമെങ്കിൽ നോക്കാമായിരുന്നു നമുക്ക്, ഓക്കെ ഇത് വെർത്തിട്ടാണോ അല്ലേ എന്ന് പറയാനായിട്ട്. കാരണം ഞാൻ ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് പോയത്. ബട്ട് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഐ വാസ് റിയലി ഹാപ്പി വിത്ത്. ഫോർ 799 ഐ എം നോട്ട് ഷുവർ. ഇറ്റ്സ് എ വൺ ടൈം എക്സ്പീരിയൻസ് ഫോർ മീ. ഷെഫ് പിള്ള പോലത്തെ ഒരു ഫാൻസി റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത്. സോ മേ ബി ഇതുപോലത്തെ ബഫേസൊക്കെ കഴിച്ച ആൾക്കാർക്ക് പറയാം ഇറ്റ് വാസ് വർത്ത് ഇറ്റ് ഓർ നോട്ട്. ഇഫ് ഇറ്റ് വാസ് നോട്ട്, ഐ എം സോറി, ഐ എം നോട്ട് എ ഗ്രേറ്റ് ജഡ്ജ് ഓഫ് ദാറ്റ്. ഞാൻ ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാനാണ് വരുന്നത്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഇസ് എ റിവ്യൂ ചെയ്യാനാണെങ്കിൽ ഐ ഷുഡ് ഡു ദി ലോക്കൽ ഫുഡ് ദാറ്റ് വി ഹാവ് ഇൻ കൊച്ചി. അതാണ് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉള്ളത്. ബട്ട് ഇതിന് മുമ്പ് ഞാൻ ബഫേ കഴിച്ചത് മറ്റേ ബാർബിക്യൂ നേഷനിലാണ്. ബാർബിക്യൂ നേഷനിലെ ബഫേ വാസ് റിയലി വർത്ത് ഇറ്റ് ബിക്കോസ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റഫ്. അവർ സ്റ്റാർട്ടേഴ്സ് തന്നെ ഒരു കിലോ മീറ്റ് നമുക്ക് വരും കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടെ കുറവാണ്. ബട്ട് അൺലിമിറ്റഡ് ആണ്, ബട്ട് കുറവാണ്. ബട്ട് ഇവിടെ കിട്ടുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് വളരെ ഹൈ ആണ്. സോ പ്രീമിയം ക്വാളിറ്റി, പ്രീമിയം ടേസ്റ്റ്, ബട്ട് ദ സെലക്ഷൻ ഈസ് ലോ. സോ യു ക്യാൻ ഡിസൈഡ് വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, ക്വാളിറ്റി ഓഫ് ഫുഡ് വേണോ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് വേണോ എന്നുള്ളത് യു ക്യാൻ ഡിസൈഡ്. നൗ ഇത് എയർപോർട്ട് ടെർമിനലിലാണ്. ആൻഡ് അഗെയിൻ ഐ എം നോട്ട് പെയ്ഡ് ടു സേ ദിസ്, ഐ ഡോണ്ട് ഗെറ്റ് എനിത്തിങ് ഫ്രം ദം. ഈവൻ ദോ ഞാൻ ക്രിട്ടിക് ആയിട്ടാണ് പറയുന്നത്, അവർക്ക് പോസിറ്റീവോ നെഗറ്റീവോ എന്നുള്ള രീതിയിലല്ല. ഐ എം ജസ്റ്റ് ഷെയറിങ് മൈ ഓണസ്റ്റ് ഒപ്പീനിയൻ. സോ ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് ഔട്ട്, സീ ഹൗ ദ തിങ്സ് ആർ. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും പോട്ടെ, എൻ്റെ വയറ് നല്ല ഫുള്ളായി, നല്ല സാറ്റിസ്ഫാക്ടറി ഫുള്ളായി. നമുക്ക് അന്ന് ഞാൻ ലിറ്റിൽ സോയി കഴിച്ചപ്പോൾ പറഞ്ഞ പോലെ അൺഹെൽത്തി എന്നൊരു ഫീലിംഗ് തോന്നുന്നില്ല. ഐ ഫീൽ റിയലി ഗുഡ്, റിയലി സേറ്റിയേറ്റഡ്, വയറൊക്കെ നല്ല സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കില്ലേ, ആ ഒരു ഫീലാണ്, അല്ലാതെ അൺഹെൽത്തി ഫീലില്ല. സോ യാ, ദാറ്റ് വാസ് ഷെഫ് പിള്ളൈസ് റെസ്റ്റോറൻറ്റ്. സോ ഇതുപോലത്തെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ്സ് മൈൻഡിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലെറ്റ് മീ നോ. ഐ വിൽ ഗോ ആൻഡ് റിവ്യൂ ഇറ്റ് ആൻഡ് ഐ സീ യു അറൗണ്ട്.